ഓരോ സിനിമകളും ഓരോ കഥാപാത്രങ്ങളും നമുക്ക് രഞ്ജിത്ത് നേരത്തെ പറഞ്ഞ പോലെ എത്ര പറഞ്ഞാലും നമുക്ക് തീരില്ല, മതിയാകില്ല അദ്ദേഹത്തിന്റെ സിനിമകളെയും കഥാപാത്രങ്ങളെയും കുറിച്ച്. ഇപ്പോൾ നമ്മൾ കാണുന്ന അദ്ദേഹത്തിന്റെ വസതിയിൽ, അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഇപ്പോൾ വസതിയിലാണ് ഉള്ളത് എറണാകുളത്ത്. ഇപ്പോൾ നടൻ ഇന്ദ്രൻസ് അങ്ങോട്ടേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. നവമി ദിനേശ് അവിടെ നിന്നും ഇപ്പോൾ ചേരുന്നുണ്ട്. നവമി, കഴിഞ്ഞ ഒരാഴ്ച കാലം വലിയ പ്രാർത്ഥനയിലായിരുന്നു സിനിമാ ലോകം. അദ്ദേഹത്തിനോട് അത്രയും അടുത്ത് നിന്നവർ. പക്ഷേ ആ പ്രാർത്ഥനകൾ വിഫലമായിരിക്കുന്നു. അദ്ദേഹം നമ്മെ വിട്ടു പോയിരിക്കുന്നു. അശ്വതി, മസ്തിഷ്കത്തിൽ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം തലച്ചോറിലുണ്ടായ ഒരു ഓപ്പറേഷന് ശേഷം അദ്ദേഹം ഒരാഴ്ച കാലമായി ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലായിരുന്നു. നമ്മൾ മാധ്യമപ്രവർത്തകർ ആശുപത്രിയുമായി ബന്ധപ്പെടുമ്പോഴൊക്കെ അറിഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ നില അല്പം ഗുരുതരമായി തുടരുകയാണ്, വെന്റിലേറ്ററിൽ തന്നെയാണെന്നുള്ള വിവരങ്ങളായിരുന്നു. പക്ഷേ അപ്പോഴും പ്രാർത്ഥനയുണ്ടായിരുന്നു, അദ്ദേഹം തിരിച്ചു വരും, മലയാള സിനിമയെ ഇനിയും ചിരിപ്പിക്കാൻ, മലയാളി പ്രേക്ഷകരെ ഇനിയും ചിരിപ്പിക്കാൻ അദ്ദേഹം തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം അവസാനിച്ചുകൊണ്ടാണ് ഇന്നലെ പുലർച്ചെ, ഇന്ന് 12:10 അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്ന വാർത്ത ആശുപത്രിയിൽ നിന്ന് വരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം ഇവിടെ ചങ്ങമ്പുഴയിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ 9 മണിവരെ ആയിരിക്കും ഇവിടെ അയൽവാസികൾക്കും ഒപ്പം അദ്ദേഹത്തെ സ്നേഹിച്ച പ്രിയപ്പെട്ടവർക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് 9 മണിവരെ ആയിരിക്കും വീട്ടിൽ. അതിനുശേഷം മണപ്പാട്ടിപ്പറമ്പ് കൊച്ചിൻ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. അത് 12 മണിവരെ ആയിരിക്കും ആ പൊതുദർശനം ഉണ്ടാകുക. അവിടെയായിരിക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ച നിരവധി സിനിമാ താരങ്ങളും സിനിമയിലെ അണിയറ പ്രവർത്തകരുമൊക്കെ അദ്ദേഹത്തിന് അവസാനമായി ഒന്ന് കാണാൻ, അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനു വേണ്ടി അവിടെയായിരിക്കും എത്തുക. ഇവിടെയും ഇപ്പോൾ സിനിമാ താരങ്ങൾ, അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ചവരൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നടൻ ലാൽ എത്തുന്നുണ്ട്. നമുക്കറിയാം, അദ്ദേഹവുമായിട്ടൊക്കെ തൊമ്മനും മക്കളും എന്ന സിനിമയിലൊക്കെ നമ്മളെ ഏറെ ചിരിപ്പിച്ച ഒരു കഥാപാത്രമായിരുന്നു ഷാഫിയിൽ നിന്നും പിറന്ന ഈ ലാലിന്റെ ഈ കഥാപാത്രങ്ങളൊക്കെ. അങ്ങനെ നിരവധി പേർ, നമുക്കറിയാം, ഈ മലയാള സിനിമയിൽ ഒരു സമയത്ത്, ഒരു കാലഘട്ടത്തിൽ, 2 പതിറ്റാണ്ടിൽ നമ്മളെ ഇത്രയധികം ചിരിപ്പിച്ച ഒരു സംവിധായകനുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കം ചില ആളുകളായിരിക്കും. സിദ്ദിഖിനെ നമ്മൾ പറയുമായിരിക്കും, അദ്ദേഹവും നമ്മളെ വിട പറഞ്ഞു പോയി. അതിനുശേഷം ഷാഫി ആയിരിക്കും. അങ്ങനെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ഇത്രയേറെ ഹിറ്റുകൾ നമുക്ക് നൽകി നമ്മളെ ചിരിപ്പിച്ച സംവിധായകന്മാരിൽ അതിലൊരാളാണ് ഇപ്പോൾ വിട വാങ്ങിയിരിക്കുന്നത്. മലയാള സിനിമയെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം തന്നെയാണ്. ഇപ്പോഴൊക്കെ ഈ അടുത്ത കാലത്ത് പോലും സലികുമാർ ഒരു പരാമർശം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോഴത്തെ ആളുകൾക്ക്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രേക്ഷകർക്ക് ചിരിക്കാൻ മറന്നുപോയോ, ഇപ്പോഴത്തെ പ്രേക്ഷകർ ചിരിക്കാൻ മറന്നുപോയോ എന്ന് എനിക്കിടയ്ക്ക് തോന്നാറുണ്ട്. കാരണം ഇപ്പോൾ ഏറെയും കൊലപാതകവും വയലൻസുമാണ് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു വരുന്നത്. ആ കാലഘട്ടത്തിലാണ് പ്രേക്ഷകരെ ഞാനടക്കമുള്ള താരങ്ങൾ ചിരിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ ഓർക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു എന്ന് അദ്ദേഹം പറയുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ സലീംകുമാറിന്റെ മണവാളൻ എന്ന പുലിവാൽ കല്യാണത്തിലെ കഥാപാത്രം, അല്ലെങ്കിൽ കല്യാണരാമനിലെ പ്യാരിയൊക്കെ ഇപ്പോഴും നമ്മൾ നിത്യജീവിതത്തിൽ പ്രയോഗിക്കുന്ന പല ഡയലോഗുകളും അത് ഷാഫിയിൽ നിന്നും പിറന്നതാണെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ വളരെ അഭിമാനം തന്നെയാണ്. ഈ ചട്ടമ്പി നാടിലെ ദശമൂലം ദാമു ഒക്കെ ഇപ്പോഴും നമ്മുടെ ഫോണുകളിലെ സ്റ്റിക്കറായും അല്ലെങ്കിൽ ഒക്കെ പരസ്പരം അയച്ചു കൊടുക്കുന്നുണ്ട്. സലികുമാർ വരെ ഈ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, തന്റെ കരിയറിൽ വലിയൊരു ഗ്യാപ്പ് വന്ന സാഹചര്യത്തിൽ പോലും താൻ അപ്പോഴും സിനിമയിൽ സജീവമാണെന്ന് തോന്നിപ്പിച്ചത് ഈ കഥാപാത്രങ്ങളും, ഈ കഥാപാത്രങ്ങളുടെ ഓരോ മീമുകളും സ്റ്റിക്കറുകളും ആളുകൾ പരസ്പരം അയച്ചു കൊടുക്കും. എനിക്ക് തന്നെ ഒരുപാട് സ്റ്റിക്കറുകളൊക്കെ അയച്ചു തന്നിട്ടുണ്ടെന്നൊക്കെ സലികുമാർ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതൊക്കെ ഷാഫിയിൽ നിന്നും പിറന്നതായിരുന്നു. ഒരു പിടി മനോഹരമായിട്ടുള്ള സിനിമകൾ 2001 വൺ മാൻ ഷോ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം ഈ സിനിമയിലേക്ക് എത്തിയത്. പക്ഷേ അത് വേണ്ട രീതിയിൽ സ്വീകരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരുപാട് കഠിനാധ്വാനം ചെയ്തെടുത്ത തന്റെ ആദ്യത്തെ സിനിമയാണ്. അതിൽ ഒരുപാട് എഫേർട്ട് ഇട്ടു, താൻ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു ആ സിനിമ ഇറങ്ങുമ്പോൾ. പക്ഷെ അത് വേണ്ട രീതിയിൽ സ്വീകരിച്ചില്ല. രണ്ടാമത് കല്യാണരാമൻ ഇറങ്ങുമ്പോൾ അദ്ദേഹം അത്രയേറെ അതിനെ, ഈ വൺമാൻ ഷോയ്ക്ക് അദ്ദേഹം എത്രമാത്രം കഠിനാധ്വാനം ചെയ്തോ, പരിശ്രമിച്ചോ, അത്രയൊന്നും തന്നെ കല്യാണരാമനിൽ താൻ ഇട്ടിരുന്നില്ല. പക്ഷെ ആ സിനിമ സൂപ്പർ
ഹിറ്റായപ്പോൾ അത് തന്നെ തനിക്ക് ഏറെ സന്തോഷമുണ്ടായി. പിന്നീട് പല പുലിവാൽ കല്യാണം, ചോക്ലേറ്റ് അടക്കമുള്ള സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഇടയ്ക്കൊന്ന് ഈ തമാശകളൊന്ന് മാറ്റി കുറച്ചൊരു സീരിയസ് പടം ചെയ്താലോ എന്നൊക്കെ ആലോചിച്ച് ഈ തിരക്കഥാകൃത്തുക്കളെ സമീപിക്കുമ്പോൾ അവർ പറയുന്നത് ഷാഫിയിൽ നിന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് അത് തമാശയാണ്, അതുകൊണ്ട് ആ തമാശ വിട്ട് മറ്റ് സിനിമകളൊന്നും ചെയ്യേണ്ട എന്ന് അദ്ദേഹത്തെ തിരക്കഥാകൃത്തുക്കളും നിർമ്മാതാക്കളും ഒക്കെ അദ്ദേഹത്തോട് പറയുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ടാണ് പിന്നെയും ഈ കോമഡി പടങ്ങളിലേക്ക് തന്നെ നിൽക്കാമെന്ന തീരുമാനത്തിലെത്തുകയും ചെയ്തിരുന്നതെന്ന്. എന്തായാലും ആ തീരുമാനം ഒട്ടും തെറ്റിയില്ല. സൂപ്പർ ഹിറ്റുകൾ അടുപ്പിച്ചടുപ്പിച്ച് ഇത്രയേറെ ഹിറ്റുകൾ ചെയ്ത ഒരു ഹിറ്റ് മേക്കർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമായിരിക്കും. സഹോദരൻ റാഫിയുടെ ആദ്യത്തെ റാഫി ആ സമയത്ത് സിനിമയിലുണ്ടായിരുന്നു. ആദ്യം ഈ സഹോദരൻ ഒരു ബിസിനസ്സൊക്കെ ആയിട്ടായിരുന്നു. പിന്നീട് സഹോദരൻ റാഫി സിനിമയിൽ സജീവമായിരുന്നു. ദില്ലിവാല രാജകുമാരൻ ഹിറ്റായപ്പോഴാണ് തന്റെ ബിസിനസ് ഉപേക്ഷിച്ച് താനും സിനിമയിലേക്ക് വരാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഷാഫി എത്തുകയും പിന്നെ ആദ്യത്തെ കൺമണി എന്ന സിനിമയിൽ അസിസ്റ്റന്റായും പിന്നെ ക്ലാപ്പ് ബോയ് ആദ്യത്തെ കൺമണി എന്ന സിനിമയിൽ ക്ലാപ്പ് ബോയ് ആയിട്ടായിരുന്നു തുടക്കം. പിന്നീട് പല സിനിമകൾ അസോസിയേറ്റായും അസിസ്റ്റന്റുമായിട്ടൊക്കെ പ്രവർത്തിച്ചു. ഒടുവിലാണ് 2001 വൺമാൻ ഷോ എന്ന ചിത്രത്തിലേക്ക് എത്തുന്നത്. അതിൽ തിരക്കഥ ഒരുക്കിയത് റാഫി മെക്കാട്ടിനാണ്. ഈ മെക്കാട്ടിനെ പരിചയപ്പെടുത്തി കൊടുത്തത് തന്നെ ഷാഫിക്കാണ്. ഈ റാഫി മെക്കാട്ടിൻ കൂട്ടുകെട്ട് നമുക്ക് ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ചതാണ്. ഈ മെക്കാട്ടിനെ റാഫിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഈ സഹോദരൻ ഷാഫിയാണ്. പിന്നീട് വൺമാൻ ഷോ ഇറങ്ങി. വൺമാൻ ഷോയ്ക്ക് ശേഷം കല്യാണരാമൻ ഇറങ്ങുന്നു. പിന്നീട് ഒരു 6 സിനിമകളോളം ബെന്നി പി നായർ അമ്പലവുമായി അദ്ദേഹം ചേർന്ന് പ്രവർത്തിച്ചു. അദ്ദേഹത്തിന്റെ തിരക്കഥയിൽ അതൊക്കെ സൂപ്പർ ഹിറ്റായിരുന്നു. പിന്നീടാണ് തനിക്ക് സഹോദരൻ റാഫിയുമായിട്ടൊരു സിനിമ കൂടി ചെയ്യണമെന്ന് ആലോചിച്ചിട്ടാണ് പിന്നീട് വീണ്ടും ഒരു സിനിമയിൽ തൊമ്മനും മക്കളും എന്ന സിനിമയിലേക്ക് എത്തുന്നത്. ആ സിനിമയുടെ സൂപ്പർ ഹിറ്റിന് ശേഷം ആണ് അദ്ദേഹം മറ്റ് ഓരോ സൂപ്പർ ഹിറ്റ് സിനിമകളിലേക്ക് എത്തുന്നത്. ക്ഷമിക്കണം, അദ്ദേഹം തൊമ്മനും മക്കളും ചെയ്തു. അതിന്റെ ഒരു ഹിറ്റിന് ശേഷമാണ് വീണ്ടും റാഫി മെക്കാട്ടിനുമായി ഒരു സിനിമ കൂടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെയാണ് 2007 മായാവി എന്ന സിനിമ ഇറങ്ങുകയും ചെയ്യുന്നത്. മായാവിയിൽ നമുക്കറിയാം മമ്മൂട്ടിയെ നമ്മളാരും അധികം അങ്ങനെ കോമഡി ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷെ മായാവിയിൽ എത്ര മനോഹരമായിട്ടാണ് മമ്മൂട്ടി അദ്ദേഹത്തിന്റെ ആ കഥാപാത്രത്തെ വളരെ മനോഹരമായി അവതരിപ്പിച്ചു. പല കോമഡി സീനുകളും ഇന്നൊക്കെ നമ്മൾ ഈ മായാവിയിലൊക്കെ മമ്മൂട്ടി പ്രസംഗിക്കുന്ന ശരീരനാകട്ടെ എന്നൊക്കെ പറയുന്ന ഡയലോഗുകളൊക്കെ നമ്മളും ഓരോ ദിവസവും ഒക്കെ ഉപയോഗിക്കുന്ന ഡയലോഗുകൾ ഒന്നാണ്. അതോടൊപ്പം അദ്ദേഹത്തിന് ഈ ഷാഫിക്ക് ഒരു നിർബന്ധമുണ്ടായിരുന്നു. തന്റെ കഥാപാത്രങ്ങളിൽ അത് ഈ പ്രധാനപ്പെട്ട കഥാപാത്രത്തിനൊപ്പം അല്ലെങ്കിൽ നായക കഥാപാത്രത്തിനോടൊപ്പം ഒരു ഹാസ്യ നടനും കൂടി ഉണ്ടാകണം. അതിന് വെറുതെ ഒരു ഹാസ്യ നടനായി ഒതുക്കുകയല്ല, ആ സിനിമയിൽ അത്രയേറെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയായി തന്നെ ആ ഹാസ്യ നടനെ കൊണ്ടുവരണമെന്ന നിർബന്ധം കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. മായാവിയിൽ ഈ സലിംകുമാർ അവതരിപ്പിച്ച ശ്രാങ്ക് എന്ന കഥാപാത്രം അത് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. മായാവിയിൽ സലിംകുമാറിനെ അവതരിപ്പിക്കണം, സലിംകുമാറിന് അതിലൊരു വേഷം കൊടുക്കണമെന്ന് ഷാഫിക്ക് നിർബന്ധമായിരുന്നു. ആ നിർബന്ധത്തെ തുടർന്നാണ് ഈ സലിംകുമാറിനെ സമീപിക്കുന്നു. പക്ഷേ ആ സമയത്ത് സലിംകുമാറിന് ചില മറ്റ് സിനിമകളുടെ തിരക്കുകൾ ഉള്ളതുകൊണ്ട് അതിൽ അഭിനയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഷാഫി കാത്തിരുന്നു. ആ സിനിമയിലെ ചില സ്ക്രിപ്റ്റ് തിരക്കഥയിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തി അത് കുറച്ച് നാളുകൂടി ആ സിനിമ ചിത്രീകരിക്കാൻ താമസിച്ചു. ആ കാലയളവിലാണ് സലിംകുമാർ വീണ്ടും ബന്ധപ്പെടുകയും ആ സിനിമയിൽ താൻ അഭിനയിക്കാമെന്ന് പറയുകയും ചെയ്തത്. ആ ശ്രാങ്ക് എന്ന കഥാപാത്രം അതെത്ര മനോഹരമായിട്ടാണ് സലിംകുമാർ ചെയ്തത്. ഒപ്പം ചട്ടമ്പി നാടിലെ ദശമൂലം ദാമോ, മായാവിയിൽ പോലും സുരാജ് വെഞ്ഞാറമൂടിന് ഈ മമ്മൂട്ടിയോടൊപ്പം തന്നെ ഒരു മുഴുനീള കഥാപാത്രമുണ്ട്. അത്ര പ്രധാനമായിട്ടുള്ളൊരു കഥാപാത്രം തന്നെയാണ് ഈ സലിംകുമാറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സുരാജ് വെഞ്ഞാറമൂടിനെ സംബന്ധിച്ച് തങ്ങളുടെ ഈ ഒരു സിനിമാ ജീവിതത്തിലെ മികച്ച കഥാപാത്രങ്ങളിൽ അത് സംഭാവന നൽകിയത് ഷാഫിയുടെ സിനിമകൾ തന്നെയാണ്. കഥാപാത്രങ്ങൾ ഈ